ഹായ് ഓൾ. അപ്പോൾ നമ്മൾ അനലിസ്റ്റ് കേരളത്തിൽ നടന്ന 2020 51 മുതൽ ക്വസ്റ്റ്യൻ നോക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ 51. ദ ആൽക്കലോയിഡ് കണ്ടെയ്നിങ് ഇമിഡസോൾ റിംഗ് ഏതാണ്? പൈലോകാർബൺ. സിമ്പിൾ ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ദ ആൽക്കലോയിഡ് വിച്ച് ഇസ്, പിന്നെ ആൽക്കലോയിഡ് ഒരു ക്വസ്റ്റ്യൻ കൂടി കേട്ടോ. ദിസ് ഡിറൈവ് ഫ്രം ഫിനൈൽ അലാൻ. അപ്പോൾ ആൽക്കലോയിഡ് ചാപ്റ്റർ നന്നായിട്ട് പഠിക്കുക. ഫിനൈൽ അലാൻ നമുക്ക് കിട്ടുന്നത് എഫീഡ്രിനാണ്. അപ്പോൾ ഓരോന്ന് ഇപ്പോൾ അട്രോപ്പിനതിൽ നിന്നാണ് പപ്പാവറിനതിൽ അതൊക്കെ പഠിച്ച് വെക്കുക. നെക്സ്റ്റ് dash is found in the annual branchial herds of Pacific hogfish used as potent cardiac stimulant. അത് എപ്റ്റാട്രെറ്റിനാണ് എൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ഡാഷ് ഈസ് ആൻറ്റിബയോട്ടിക് പ്രിൻസിപ്പിൾ ഒബ്റ്റെയിൻ ഫ്രം റെഡ് ആൽഗ. അത് സൈക്ലോഡെസ്മോളാണ് റെഡ് ആൽഗയിൽ നിന്ന് കിട്ടുന്നത്. നെക്സ്റ്റ് ഡേഷ് ആർ ലിവിങ് മൈക്രോ ഓർഗാനിസം വെൻ ടേക്കൺ ഇംപ്രൂവ് ദ ഇൻഡസ്റ്റൈനൽ മൈക്രോബിയൽ ബാലൻസ്. അതാണ് പ്രോബയോട്ടിക്സ് ആണ് നമുക്ക് ലിവിങ് മൈക്രോ ഓർഗാനിസം ഇൻഡസ്റ്റൈനൽ മൈക്രോബിയൽ ബാലൻസ് കിട്ടാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഗ്രീൻ ഹെൽബോർ എന്ന് പറഞ്ഞാൽ ഏതാണ്? വെരാട്രത്തിനെയാണ് നമ്മൾ ഗ്രീൻ ഹെൽബോർ എന്ന് വിളിക്കുന്നത്. കോഗ്നോസ് എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ക്രൂഡ് ഡ്രഗ് മൈക്രോസ്കോപ്പി റിവീൽ സങ്കൺ സ്റ്റൊമാറ്റ. ഇതിനാണ് എഫീഡ്രക് ആണ് സങ്കൺ സ്റ്റൊമാറ്റ. നെക്സ്റ്റ് ഡാഷ് ഈസ് എ ബ്ലൂ ഗ്രീൻ ആൽഗെ പൊസിങ് ഇമ്മ്യൂണോ സ്റ്റിമുലൻ്റ് ആക്ടിവിറ്റി. ഇതിനാണ് സ്പൈറോലിനക്ക്. അതാണ് ഇമ്മ്യൂണോ സ്റ്റിമുലൻ്റ് ആക്ടിവിറ്റി ഉണ്ടായിരിക്കും സ്പൈറോലിന. നെക്സ്റ്റ് ദ മെഡിസിനൽ പ്രിപ്പറേഷൻ പ്രോസസ്ഡ് ബൈ സോക്കിംഗ് ദ ഡ്രഗ് ഇൻ ദ പൗഡേർഡ് ഫോം ഇൻ എ സൊല്യൂഷൻ ഓഫ് ഷുഗർ ഓർ ജാഗറീസ് കോളത് നമ്മൾ അസാവ എന്ന് പറയും. അപ്പോൾ ഓരോന്നും പഠിക്കുക. അതിൻ്റെ ഒരു നമ്മൾ അസാവ് എന്താണ്, അർക്ക് എന്താണ്, ദ്രാവകം എന്താണ്, അതൊക്കെ നമുക്ക് റെഫർ ചെയ്ത് കണ്ടുപിടിക്കാം. നെക്സ്റ്റ് ഫൈൻ പൗഡർ ഓഫ് ഡ്രഗ്സ് ആർ കോൾഡ് ആസ് എന്താണ്? അത് പിന്നെ അത് സെയിം ക്വസ്റ്റ്യൻ ആണ്. ഏകദേശം ചൂർണ്ണ എന്നാണ് ഫൈൻ പൗഡേഴ്സ് ഓഫ് ഡ്രഗ്സ്. നെക്സ്റ്റ് ആയുർവേദത്തിലാണ് ഇതൊക്കെ. നെക്സ്റ്റ് ദ ന്യൂറോ ട്രാൻസ്മിറ്റർ റിലീസ്ഡ് അറ്റ് ഓട്ടോണമിക് ഗാംഗ്ലിയൻ. ഏതാണ്? അസറ്റൈൽ കോളിനാണ് ന്യൂറോ ട്രാൻസ്മിറ്റർ റിലീസ്. നെക്സ്റ്റ് പെനാൾട്ടി ഇമ്പോസ്ഡ് ഫോൾസ്ലി ക്ലെയിമിങ് ടു ബി. ഒരു രജിസ്റ്റേർഡ് ഫാർമസിസ്റ്റ് ഫോൾസ് ആയിട്ട് ക്ലെയിം ചെയ്യുക. അതിന് ഓൺ ഫസ്റ്റ് കൺവിക്ഷൻ ആസ് പെർ ദ ഫാർമസി ആക്ട്. ഇതിൽ ഫൈൻ അപ് ടു Rs 500 500 രൂപയാണ് രജിസ്റ്റേർഡ് ഫാർമസിസ്റ്റ് അത് ഫോൾസ്ലി ക്ലെയിം ചെയ്താൽ. നെക്സ്റ്റ് അനലൈസിസ് ആൻഡ് ടെസ്റ്റിംഗ് ഓഫ് സാമ്പിൾസ് ഓഫ് വാക്സിൻസ് ആർ ക്യാരിഡ് ഔട്ട് അറ്റ് സെൻട്രൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. കസൗലിയിലാണ് വാക്സിൻസ് സ്റ്റെറിലൈസ് ചെയ്യുന്നതിന്. അനാലിസിസ് ആൻഡ് ടെസ്റ്റിംഗ് ഓഫ് സാമ്പിൾസ് ഓഫ് വാക്സിൻസ് ആർ ക്യാരിഡ് ഔട്ട് അറ്റ് സെൻട്രൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കസൗലിയിലാണ്. നെക്സ്റ്റ് ദ ബാക്ടീരിയം ദാറ്റ് ഈസ് മോസ്റ്റ് കോമൺലി യൂസ്ഡ് ഇൻ ജനറ്റിക് എഞ്ചിനീയറിംഗ് ഏതാണ്? എസ്കർഷ്യ കോയിലാണ് നമ്മൾ യൂസ് ചെയ്യുക. മോണോക്ലോണൽ ആൻറ്റിബോഡീസ് ആർ പ്രൊഡ്യൂസ്ഡ് ബൈ എങ്ങനെയാണ്? ഹൈബ്രിഡോമ ടെക്നോളജിയിലാണ്. നെക്സ്റ്റ് ദ ഇമ്മ്യൂണോഗ്ലോബുലിൻ വിച്ച് ഇസ് സീൻ മോസ്റ്റ് അബണ്ടൻ ഇൻ ബ്രസ്റ്റ് മിൽക്ക് ഏതാണ്? IgA ആണ് ബ്രസ്റ്റ് മിൽക്കിൽ കാണുന്നത്. നെക്സ്റ്റ് ഡ്രഗ് ലൈസൻസ് ഫോർ ദ റിറ്റെയിൽ സെയിൽ ഓഫ് ഷെഡ്യൂൾ C and C1 ഡ്രഗ്സ് ആർ ഇഷ്യൂഡ് ഇൻ. അത് റിറ്റെയിൽ സെയിലാണ്. C and C1 അത് 21 ആണ്. നെക്സ്റ്റ് മോസ്റ്റ് പ്രോകാരിയോട്ടിക് ഡു നോട്ട് പോസസ് ഏതാണ്? ഹിസ്റ്റോൺസ് ഉണ്ടാവില്ല പ്രോകാരിയോട്സിന്. ടിക്കോയിക് ആസിഡ് ഈസ് പ്രസൻറ്റ് ഇൻ ദ സെൽ വാൾ ഓഫ് ദ ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയയിൽ കാണുന്നതാണ് ടിക്കോയിക് ആസിഡ്. നെക്സ്റ്റ് ദ നൈട്രോജിനസ് ബേസ് വിച്ച് ഈസ് ആബ്സെൻറ്റ് ഇൻ RNA ഏതാണ്? തൈമിനാണ്. തൈമിന് RNAയിൽ ഉണ്ടാവില്ല. നെക്സ്റ്റ് വിച്ച് അമൗണ്ട് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ബാക്ടീരിസിഡൽ ഏജൻറ്റ്? ടെട്രാസൈക്ലിൻ എന്ന് പറഞ്ഞാൽ ബാക്ടീരിസിഡൽ ഏജൻ്റ് ആണ്. നെക്സ്റ്റ് വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് യൂസ്ഡ് ഫോർ ദ ഇവാലുവേഷൻ ഓഫ് ഡിസിൻഫെക്റ്റൻ്റ്? സീൽ നീൽസൺ ടെസ്റ്റ് നമ്മൾ ഡിസിൻഫെക്റ്റൻറ്റിൻ്റെ ഇവാലുവേഷനിൽ ഉപയോഗിക്കില്ല. സീൽ നീൽസൺ ടെസ്റ്റ്. ദ മൈക്രോസ്കോപ്പ് വിച്ച് ഗീവ്സ് ദ ഹയസ്റ്റ് മാഗ്നിഫിക്കേഷൻ ഏതാണ്? ഇലക്ട്രോൺ മൈക്രോസ്കോപ്പാണ്. മൈക്രോസ്കോപ്പ് വിച്ച് ഗിവ്സ് ഹയസ്റ്റ് മാഗ്നിഫിക്കേഷൻ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പാണ്. നെക്സ്റ്റ് ദ പ്രോസസ് ബൈ വിച്ച് വെരി ലാർജ് പ്രോട്ടീൻ മോളിക്യൂൾ പെർമിയേറ്റ്സ് ഇൻ ടു സെൽസ്. അത് എൻഡോസൈറ്റോസിസ് ആണ് ലാർജ് പ്രോട്ടീൻസ് മോളിക്യൂൾ പെർമിയേറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡ്രഗ്സ് ഹാസ് മാക്സിമം ചാൻസ് ഓഫ് അബ്സോർഷൻ ഫ്രം ദ ഗ്യാസ്ട്രിക് മ്യൂക്കോസ? അത് ഫിനോബാർബിറ്റോൺ സോഡിയത്തിനാണ് മാക്സിമം അബ്സോർഷൻ ഉള്ളത്. ഓക്കെ, ഇത്രയും മതി. നെക്സ്റ്റ് 25 ക്വസ്റ്റ്യൻ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ. ഈ ക്വസ്റ്റ്യൻസൊക്കെ റെഫർ ചെയ്ത് ഇതിൻ്റെ അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ആൻസേഴ്സും കൂടെ പഠിക്കാം കേട്ടോ.